ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞിട്ട് പോകാന്ന് കരുതിയതാ, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി. തങ്കം കളരിക്ക് പോയോ? ഇല്ല, ഞാനൊരു ജോത്സ്യനെ കാണാൻ പോയതാ. നവീൻ, എന്തുപറ്റി? നിങ്ങള് ഓഫീസിൽ പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. എനിക്ക് മമ്മിയുടെ അടുത്തൊന്ന് പോണം. ആ, തീർച്ചയായിട്ടും മമ്മി കാത്തിരിക്കായിരിക്കും. നവീൻ സാറേ, നമ്മുടെ മീറ്റിംഗ് ലൈവായിട്ട് കാണണമെന്നേ സിത്താര മാഡത്തിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നല്ലാതെ മകളുടെ പെർഫോമൻസ് അമ്മ കാണണ്ടേ? നവീൻ, ഞാനേ മമ്മി ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, സമ്മതിച്ചു. ഇന്നത്തെ ദിവസം താനൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് സാധിച്ചെന്നില്ലെങ്കിൽ ഞാനൊരു ക്രൂരനായി പോവില്ലേ? എങ്കിലും ഇത്ര വലിയൊരു കാര്യത്തിന്റെ വിജയമായിട്ട് ഒരു കോഫി കുടിക്കാൻ മാഡത്തിന് സമയം കാണൂല്ലോ അല്ലേ? അതും പറ്റില്ല, എനിക്ക് വ്രതമാണ്. ഓ, ഇത് വല്ലാത്ത കഷ്ടമാണ് സാറേ. ഇനിയിപ്പോ ആഘോഷങ്ങളെല്ലാം നമുക്ക് ഈ പൂജ കഴിഞ്ഞിട്ട് വെക്കേണ്ടി വരും. അതൊക്കെ ഇനി പൂജയ്ക്ക് ശേഷമോ? പക്ഷേ കരിക്ക് കുടിക്കുന്നതിന് വില കൊണ്ടോ? ഇല്ല. എങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് ഓരോ കരിക്കാവോ? നമ്മുടെ തുടക്കം ഒരു കരിക്ക് കുടിച്ചോണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തുപറ്റി, ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. മണിക്കുഞ്ഞ്, എങ്കിൽ പോവാം. ഒരു കരിക്ക് കുടിക്കുന്ന സമയം വരെ എന്റെ ഭാര്യ എന്റെ തൊട്ടടുത്തുണ്ടാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടല്ലോ. പാവം എന്റെ സാറ്. ഗാഥ മാഡം, ഈ മനുഷ്യൻ ഇത്രയും താഴ്ന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ, സത്യം. എടോ, മതി മതി, കഥ വാ. ഗാഥാ മാഡം, മമ്മി റെഡിയാകാൻ പറഞ്ഞു. എന്തിന്? ഒന്നിച്ച് പുറത്തു പോകാനാണെന്ന് തോന്നുന്നു. ഞാനേ ഇവിടേക്കില്ല. മാം റെഡി ആയിക്കൊണ്ടിരിക്കുക. മമ്മിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ മമ്മി പൊക്കോളും. അതിനെ എന്നെ കൂട്ടിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ തനിച്ചായതുകൊണ്ട് ഞാൻ കയറി ചത്ത് കളയുന്നൊന്നും ആരും കരുതണ്ട. മമ്മിക്ക് വല്ലാത്ത തലവേദന, ഫ്രസ്ട്രേഷന്റെ ആവും. ഒന്ന് പുറത്തു പോയിട്ട് വന്നാ ഫ്രഷ് ആവും. മോളൊന്നും റെഡിയാവാ. മമ്മി എന്നെ എന്തിനിങ്ങനെ നിർബന്ധിക്കുന്നേ? ഞാൻ എങ്ങോട്ടുമില്ല. നമുക്ക് പഴയതുപോലെ ഇഷ്ടമുള്ളിടത്തൊക്കെ കറങ്ങാം, ഷോപ്പിങ്ങിനും പോവാം. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ ഇതൊക്കെ പറഞ്ഞ് എന്നെ മോഹിപ്പിക്കാൻ? മോഹിപ്പിക്കാനാണെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് എന്റെ മോളോട് ആഗ്രഹം പറഞ്ഞൂടെ? റെഡിയാവും മോളെ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം കേടായാല് നമുക്ക് വർഷോപ്പുകാരെ വിളിക്കാം, അത് ശരിയാക്കി തരാൻ പറയാം. പക്ഷേ നമ്മുടെ മനസ്സ് കേടായല്ലേ, അതിന് വേറെ ആരും വരില്ല, നമ്മൾ തന്നെ റിപ്പയർ ചെയ്യണം. റെഡിയാവ്. നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോ മോളുടെ ഈ മൂടൊക്കെ മാറിയിരിക്കും. മമ്മി പറയുന്ന കേക്ക്. ശരി, ഞാൻ വരാം. പക്ഷെ എനിക്ക് തിരിച്ചു പോരണമെന്ന് പറഞ്ഞ അപ്പൊ തന്നെ തിരിച്ചു പോന്നേക്കണം. ആയിക്കോട്ടെ സിനി. ഗോപാലേട്ടാ, തങ്കേച്ചി കണ്ടോ? മുറിയിലില്ലേ? അവിടെ കാണുന്നില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. തങ്കമല്ലേ വരുന്നേ?
തങ്കേച്ചി ഇത് എവിടേക്കാ പോയത്? എന്താ തങ്കം ഇത്? ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞിട്ട് പോകാന്ന് കരുതിയതാ, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി. തങ്കം കളരിക്ക് പോയോ? ഇല്ല, ഞാനൊരു ജോത്സ്യനെ കാണാൻ പോയതാ. കൃഷ്ണമോളുടെ കാര്യം ആലോചിച്ചിട്ട് മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. എന്താണെന്നൊന്ന് അറിയാനായിട്ട്. ജോത്സ്യൻ എന്തു പറഞ്ഞു? പിന്നെ കൃഷ്ണയുടെ ജാതകം വിശദമായിട്ട് പരിശോധിച്ചു. ജാതകപ്രകാരം അവളിപ്പോ ഒരു ദശാസന്ധിയിലൂടെ കടന്നു പോകുന്നേ. ഈ ദശാസന്ധി ഘട്ടത്തില് മരണം പോലെ സംഭവിക്കാമായിരുന്നു എന്നാ പറയുന്നേ. അത് സംഭവിക്കാതിരുന്നതിന്റെ കാരണം നവീനുമായിട്ടുള്ള വിവാഹമാണെന്നും പറഞ്ഞു. തങ്കത്തിന് ഇപ്പൊ സമാധാനായില്ലേ? അങ്ങനെ സമാധാനം വിധിച്ചിട്ടൊന്നുമില്ല. ആ ദശാസന്ധി മറികടക്കാൻ കുറച്ചു മാസങ്ങൾ കൂടി കഴിയുമെന്നാ പറഞ്ഞിരിക്കുന്നേ. അത് മറികടക്കാൻ നവീന്റെ ഗ്രഹസ്ഥിതികളുടെ അനുകൂല അവസ്ഥ സഹായിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാ കൃഷ്ണയുടെ ജീവിതത്തിലെ ആപത്തുകളെ ഇപ്പൊ തടഞ്ഞു നിർത്തുന്നത് ഭർത്താവായ നവീന്റെ ജാതകമാ. അതങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഈ പ്രതിസന്ധി മറികടന്നാലും അവരുടെ ജീവിതം സന്തോഷമുള്ളതായിരിക്കുമെന്നും പറഞ്ഞു. ഗോപാലേട്ടാ, കാര്യങ്ങളെല്ലാം ഗോപാലേട്ടൻ പറഞ്ഞ വഴിക്ക് തന്നെയാണല്ലോ വരുന്നേ. അത് എന്താണെന്ന് അറിയോ തങ്കം? വിവാഹം നടന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും കൃഷ്ണയും നവീനും ഒന്നിച്ചു തന്നെയാ ജീവിക്കാന്ന് ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചാ ഇവള് പറഞ്ഞേ. അവളുടെ മരണം പോലും തടഞ്ഞു നിർത്തിയവനാ നവീൻ. അതിന്റെ നന്ദി മരിച്ചാലും മാറില്ല. നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യണം. ഇനി കൃഷ്ണ വരുമ്പോ അവളുടെ ജീവിതം ഇതുതന്നെയാണ്, ഇനി ഇതിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവളെ മനസ്സിലാക്കണം. എതിർപ്പുകൾ ഉണ്ടാവാം, ശത്രുത കാണിക്കുന്നവരും ഉണ്ടാവാം. പക്ഷേ എനിക്കെന്റെ മോളുടെ ജീവിത പ്രശ്നം. അവളുടെ ജീവിതം സുരക്ഷിതമാണെങ്കിൽ സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ പറ്റും എനിക്ക്. കൃഷ്ണയുടെ ജീവിതം സുരക്ഷിതമാണെങ്കിൽ പിന്നെ ഈ കണ്ണടയ്ക്കുന്ന കാര്യം എന്തിനാ പറയുന്നത്? ആ കണ്ണു വെച്ച് അവരെ കണ്ടോണ്ടെങ്കിൽ ജീവിച്ചുകൂടെ? അല്ല പിന്നെ. തങ്കേച്ചി, കൃഷ്ണമോള് വരട്ടെ, അവളോട് ഞങ്ങളും തങ്കേച്ചി പറഞ്ഞ പോലെ പറയാം. അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയ ഞങ്ങൾക്കും സന്തോഷമുള്ളൊരു കാര്യമാ. ഗോപാലേട്ടൻ പറയും പോലെ ഞങ്ങളുടെ മൂത്ത മോളല്ലേ അവള്. ശരിയാ സുനന്ദേ, നിങ്ങളൊക്കെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം തട്ടിക്കളയില്ലെന്ന വിശ്വാസമാണ് എന്റെ മനസ്സിൽ ഉറച്ചു കിടക്കുന്നത്. എന്റെ മോൾക്കിനി ഒന്നും സംഭവിക്കില്ല. അതിന് അവളെ ഇന്ന് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അത്രേ ഉള്ളൂ. കൃഷ്ണ